الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام فحيثما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും അവൻ്റെ വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ പവിത്രതയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചിരുന്നത്. ഈ മാസത്തിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അറബിയിലെ ഏകദേശം എല്ലാ മാസങ്ങൾക്കും ഓരോ ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഖിബലമാറ്റത്തിൻ്റെ ചരിത്രമാണ് ശഅബാന് കാര്യമായി പറയാനുള്ളത്. ഖിബലമാറ്റം റജബിലാണ് സംഭവിച്ചതെന്നും മുഹറമിലാണ് സംഭവിച്ചതെന്നുമെല്ലാമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ചരിത്രകാരന്മാർക്കും വ്യാഖ്യാതാക്കൾക്കും ഇടയിലുള്ള ഭിന്ന വീക്ഷണങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ ആ വ്യത്യസ്തതകളോടെ അവയെ ഉൾക്കൊള്ളുക എന്നതാണ് ശരി. അവയിൽ ഒന്നു മാത്രമാണ് ശരി എന്ന് വാശി പിടിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ശരി. ഇപ്പൊ ഖിബലമാറ്റവുമായി ബന്ധപ്പെട്ട് അത് എപ്പോൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാരും വ്യാഖ്യാതാക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് റജബ് മാസത്തിൽ സംഭവിച്ചു എന്നും മുഹറമിൽ സംഭവിച്ചു എന്നുമെല്ലാമുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഖിബലമാറ്റം ഹിജ്റ 2-ാം വർഷം ശഅബാൻ 15-നായിരുന്നു സംഭവിച്ചത് എന്ന് പൊതുവെയുള്ള ഒരഭിപ്രായവും ഉണ്ട്. ആ വീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഖുതുബയിൽ ശഅബാന്റെ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് ഖിബലമാറ്റ ചരിത്രം, അതിൽ നിന്നുള്ള പാഠങ്ങളും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാണ് സംഭവിച്ചത് എന്നതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ആ ചരിത്രത്തിൽ, ഖിബലമാറ്റത്തിന്റെ ചരിത്രത്തിൽ, ചരിത്രപരമായും മതപരമായും രാഷ്ട്രീയമായുമുള്ള നിരവധി സന്ദേശങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമ്മൾ എല്ലാ വർഷവും ചർച്ച ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ദേശീയ അന്തർദേശീയ പശ്ചാത്തലത്തിൽ ഖിബലമാറ്റത്തിലെ ചരിത്ര പാഠങ്ങൾക്ക് അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പും മദീനയിൽ ആദ്യകാലത്തും നമസ്കാരത്തിലെ ഖിബല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. മക്കയിലായിരുന്നപ്പോൾ കഅബയെ മുന്നിൽ വരുന്ന വിധം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. ബൈത്തുൽ മഖ്ദിസ് എന്നതാണ് അതിൻ്റെ ശരിയായ പൂർണ്ണമായിട്ടുള്ള ഉച്ചാരണം. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുക. മക്കയിലായിരുന്നപ്പോൾ കഅബയെ മുന്നിൽ വരും വിധം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. എന്നാൽ കഅബ ഖിബലയാവുക എന്നത് ആദ്യം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹമായിരുന്നു. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ട് പറയുമായിരുന്നു, മുഹമ്മദ് മതത്തിൽ ഞങ്ങളോട് എതിരാവുന്നു, എന്നാൽ ഞങ്ങളുടെ ഖിബല പിൻപറ്റുകയും ചെയ്യുന്നു. ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ട് തിരിയണമെന്ന് പോലും മുഹമ്മദിന് അറിയുക ഉണ്ടായിരുന്നില്ല എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് ദുരാരോപണം ഉന്നയിക്കുമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തരം ആരോപണങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ആ ആരോപണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തമായ ഒരാഗ്രഹമുണ്ടായിരുന്നു. അത് തൻ്റെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ച കഅബാലയം ഇസ്ലാമിക ഉമ്മത്തിൻ്റെ എന്നേക്കുമുള്ള ഖിബലയാക്കി അല്ലാഹു തആല നിശ്ചയിച്ചു തരണം എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കടമായ ആഗ്രഹം. ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി പടച്ചവനെ കഅബാലയത്തെ ഖിബലയാക്കി നിശ്ചയിച്ചു തരണേ എന്ന് മനമുരുകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന പടച്ചതമ്പുരാൻ സ്വീകരിക്കുകയും അങ്ങനെ കഅബാലയത്തെ ഖിബലയാക്കി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ചരിത്രം. ആ സംഭവം ഉണ്ടായത് ശഅബാൻ 15-നായിരുന്നു എന്ന് ഒരു വിഭാഗം വ്യാഖ്യാതാക്കൾ, എല്ലാവരുമല്ല, ഒരു വിഭാഗം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. ഏതായാലും സൂറ അൽ ബഖറ 144-ാം വചനത്തിലൂടെയാണ് ഖിബല മാറ്റത്തിന്റെ സന്ദേശം വന്നത്. അല്ലാഹു പറഞ്ഞു, പദനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിശ്ചയം പ്രവാചകരെ, താങ്കൾ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നു നമ്മളെ കാണുന്നു. ഫലനുവല്ലിയന്നക ഖിബലതൻ തർളാഹാ, അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഖിബലയിലേക്ക് നാം താങ്കളെ തിരിക്കുക തന്നെ ചെയ്യും. കഅബാലയത്തെ ഖിബലയാക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ. അല്ലാഹു തൃപ്തിപ്പെട്ട ഖിബലയിലേക്ക് നാം നിങ്ങളെ തിരിക്കുക തന്നെ ചെയ്യും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് അങ്ങയുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ അങ്ങ് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക. മസ്ജിദുൽ ഹറാമിനെ ദിശയായി സ്വീകരിക്കുക, കഅബാലയത്തെ ദിശയായി സ്വീകരിക്കുക. ഫഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ, നിങ്ങൾ എവിടെയാണെങ്കിലും അങ്ങയുടെ മുഖം നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. വഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, വേദക്കാരെ പല ദുരാരോപണങ്ങളും ഉന്നയിച്ചേക്കും, പക്ഷെ അതൊന്നും വിഷയമാക്കണ്ട.
നിശ്ചയം ഈ വേദക്കാർക്ക് നല്ലതുപോലെ അറിയാം അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം ഈ വേദഗ്രന്ഥവും ഈ വേദഗ്രന്ഥത്തിന്റെ സന്ദേശവും ഈ വേദഗ്രന്ഥം ആവാഹിക്കുന്ന ഈ വേദഗ്രന്ഥം ഏറ്റെടുത്തിട്ടുള്ള പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം സത്യമാണ് എന്ന് നല്ലതുപോലെ വേദക്കാർക്കറിയാം. ഇപ്പോൾ കഅബാലയം ഖിബലയാക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ഉത്തരവും സത്യമായ സന്ദേശമാണെന്ന് നല്ലതുപോലെ വേദക്കാർക്കറിയാം. അതുകൊണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും ദുരാരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് താങ്കളുടെ ചിന്തയെ പാഴാക്കി കളയണ്ട. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് താങ്കൾ തിരിയുക. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവരെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 144-ാം വചനം അവസാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും അതുപോലെ മദീനയിൽ ആദ്യഘട്ടത്തിലും മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ നഹ്വ ബൈത്തുൽ മഖ്ദിസി 16 ഔ 17 ശഹ്റാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിന്റെ നേർക്ക് 16-17 മാസം തിരിഞ്ഞ് നിസ്കരിച്ചു. മദീനയിൽ വന്നതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സക്ക് നേർക്ക് തിരിഞ്ഞു നിസ്കരിച്ചു എന്നാണ് ഈ പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്ര വിഷയങ്ങൾ, വിശേഷിച്ചും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലൊരുപാട് സന്ദേശങ്ങളും പാഠങ്ങളുമുണ്ട്. ചരിത്രം പറയാൻ വേണ്ടി മാത്രമല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അതിൽ പിൽക്കാലക്കാർക്ക് വലിയ പാഠങ്ങളുണ്ട് എന്നത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ ചരിത്രത്തെ വിശകലനം ചെയ്തിട്ടുള്ളത്. എങ്കിൽ ചോദിക്കുക, എന്തിനായിരുന്നു ഒരു നിശ്ചിത ഘട്ടം വരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിക സമൂഹത്തോടും മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞത്? എന്തായിരുന്നു അതിലെ പാഠം? ഒരുപാട് പ്രവാചകന്മാരുടെ നിയോഗം കൊണ്ട് അനുഗ്രഹീതമായ ഫലസ്തീനെയും ആ ഫലസ്തീൻ മണ്ണിൽ നെഞ്ചുയർത്തി നിൽക്കുന്ന ബൈത്തുൽ മഖ്ദിസിനെയും ആദരിക്കാനും സ്നേഹിക്കാനും മുസ്ലിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ചരിത്രത്തിൽ അവരുടെ വലിയൊരു നിയോഗമായിരിക്കും, അവരുടെ വലിയൊരു ദൗത്യമായിരിക്കും അൽ അഖ്സ പള്ളിയുടെ വിമോചനം എന്ന് പറയുന്നത്. ആ വിമോചനം ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖിൽ തുടങ്ങി റളിയല്ലാഹു അൻഹു, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ, അതിനുമുമ്പ് നൂറുദ്ദീൻ സംഗിയിലൂടെ, ഇന്ന് ഹമാസിന്റെ പോരാളികളുടെ കരങ്ങളിലേക്ക് ആ വിമോചന പോരാട്ട ശൃംഖല എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ പ്രാധാന്യം നല്ലതുപോലെ ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് കുറെ കാലം അൽ അഖ്സ പള്ളിയുടെ നേർക്ക് തിരിഞ്ഞ് നിസ്കരിക്കുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തത്. മുസ്ലിമെ അറിയുക, മനസ്സിലാക്കുക, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പറയുമ്പോഴും ഖിബല മാറ്റത്തിന്റെ ചരിത്രം പറയുമ്പോഴും അവിടെ ഏറ്റവും പ്രാധാന്യപൂർവ്വം ഉയർന്നു നിൽക്കുന്നത് അൽ അഖ്സ പള്ളിയുടെ പ്രാധാന്യമാണ്. കഅബാലയത്തിന്, മസ്ജിദുൽ ഹറാമിന് ഏറ്റവും വലിയ പ്രാധാന്യം വിശ്വാസികൾക്കുണ്ടെങ്കിൽ, മസ്ജിദുൻ നബവിക്ക് 2ാമത്തെ പ്രാധാന്യമുണ്ടെങ്കിൽ, അൽ അഖ്സ പള്ളിക്ക് 3ാമത്തെ പ്രാധാന്യമാണുള്ളത്. ആ പ്രാധാന്യത്തെ വിസ്മരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും വിശ്വാസി സമൂഹം മുന്നോട്ട് പോവാൻ പാടില്ല എന്ന് തന്നെയാണ് അൽ അഖ്സ പള്ളിയുടെ നേർക്ക് ദീർഘകാലം തിരിഞ്ഞു നിസ്കരിക്കുവാൻ വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൽപ്പിച്ചതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അൽ അഖ്സ പള്ളിയുടെയും ഫലസ്തീൻ മണ്ണിന്റെയും പ്രാധാന്യം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്, പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണിൽ നെഞ്ചുയർത്തി നിൽക്കുന്ന അൽ അഖ്സ പള്ളിയിലേക്കായിരുന്നു നിങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം വിശ്വസിക്കേണ്ടുന്ന ആളുകളല്ല, പ്രവാചകന്മാരിൽ വിശ്വസിക്കേണ്ടുന്നവരാണ്. അൽ-അഖ്സ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ആ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ ആദർശവും ചരിത്രവും എന്ന് പഠിപ്പിക്കുകയാണ് അൽ-അഖ്സ പള്ളിയെ ദീർഘകാലം ഖിബലയാക്കി നിശ്ചയിച്ചതിലൂടെ ആയിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കണം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ദൂതന്മാരിൽ ഒരാളോടും നമുക്ക് വിവേചനമല്ല, ഖുർആന്റെ പ്രഖ്യാപനമാണ്. എല്ലാ ദൂതന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാവണം നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ചുമതല. അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഇല്ലാത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്മാർ എന്ന് പറയുന്നത് അവര് വാപ്പയൊത്ത സഹോദരന്മാരാണ്. ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദ്, അവരുടെ മാതാക്കൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അവരുടെ ദീനൊന്നാണ്. അവരുടെ ശരീഅത്തുകൾ ചില്ലറ വ്യത്യാസങ്ങൾ ഉള്ളതായിരുന്നുവെങ്കിലും അവരുടെ ദീൻ, അവരുടെ പിതാവൊന്നാണ്. അവര് ഒരേ പിതാവിന്റെ മക്കളാണ് പ്രവാചകന്മാർ. അവര് സഹോദരന്മാരാണ്, സഹോദരങ്ങളെ. ആ വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത കാലത്തേക്ക് അൽ-അഖ്സ പള്ളിയെ ഖിബലയാക്കി നിശ്ചയിച്ചതിലൂടെ വിശ്വാസി സമൂഹത്തിന് ഇസ്ലാം നൽകുന്നത്, ഖുർആൻ നൽകുന്നത്, അള്ളാഹുവിന്റെ ദീൻ നൽകുന്നത്. സഹോദരങ്ങളെ, ആദ്യം തന്നെ അള്ളാഹുവിനെ കഅബാലയത്തെ ഖിബലയാക്കാമായിരുന്നു. പക്ഷേ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തോട് നിങ്ങൾ കൂടുതൽ ചേർന്ന് നിൽക്കണം. ആ പ്രവാചകന്മാരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിൽ ദൈവിക സന്ദേശങ്ങൾ ഒരുപാട് ചോർന്നു പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികളാണെങ്കിലും അത് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ അനുയായികളാണെങ്കിലും അവരുടെ വേദഗ്രന്ഥത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ വകയായി, പൗരോഹിത്യത്തിന്റെ വകയായി കൂട്ടിച്ചേർക്കുകയും അതിലെ ഉള്ളടക്കങ്ങളിൽ നിന്ന് പലതും എടുത്തു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആഡിങ് ആൻഡ് ഡെലീറ്റിംഗ് നടന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ സമൂഹങ്ങൾക്ക്, ആ പ്രവാചകന്മാരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന സമൂഹങ്ങൾക്ക് ശരിയായ ദൈവിക സരണി പരിചയപ്പെടുത്തുക എന്ന ആത്യന്തിക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സമുദായങ്ങൾക്കിടയിൽ സഹവർത്തിത്വം വളർത്തിയെടുക്കുകയും അതിലൂടെ സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയുകയും ചെയ്യേണ്ടതുണ്ട്. ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ശരിയായ ഇലാഹിയായിട്ടുള്ള സന്ദേശം, ദൈവിക സന്ദേശം ലോകത്തിന് മുഴുക്കയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയുകയും അതുപോലെ സമുദായങ്ങൾക്കിടയിൽ സൗഹൃദം ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബ്രിഡ്ജിംഗ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹങ്ങളെ നിർമ്മിക്കുക, സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയുക. ഇത് ആധുനികമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്, ആധുനികമായിട്ടുള്ള ഒരു ആശയമാണ്. പക്ഷേ ആ ആശയത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സമൂഹങ്ങളോട്, നിങ്ങൾ വിവിധ സമുദായങ്ങളോട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവരിലേക്ക് നിങ്ങൾക്ക് ബ്രിഡ്ജിംഗ് ഉണ്ടാവേണ്ടതുണ്ട്, പാലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വിശ്വാസികൾ ഒരു നിലക്കുള്ള വംശീയ ചിന്തകളുടെയും സാമുദായിക പക്ഷപാതിത്വത്തിന്റെയും ഭാഗമായി മാറാൻ പാടില്ല. മറിച്ച് എല്ലാവരോടും സഹകരിച്ചും അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും മുന്നോട്ട് പോവാൻ എക്കാലത്തെയും വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇതാണ് ഈ മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കി നിശ്ചയിച്ചതിലൂടെ മുന്നോട്ട് വെക്കുന്ന വളരെ സുപ്രധാനമായ ആശയങ്ങളിൽ ഒന്ന്. അത് മാത്രമല്ല, പക്ഷേ അത് പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ്. എന്നാൽ ലോകത്ത് സമാധാനം ഒരു കാലത്തും ആഗ്രഹിക്കാത്ത ജൂതന്മാർ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്ന വിശ്വാസികളുടെ സമീപനത്തെ വളരെ നിഷേധാത്മകമായിട്ടാണ് സമീപിച്ചത്. അവര് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഇത്തജഹ ഇലാ ഖിബ്ലത്തിനാ വഗദൻ യദ്ഖുലു ഫീ ദീനിനാ. ഇന്ന് മുഹമ്മദ് നമ്മുടെ ഖിബലയാക്കി സ്വീകരിച്ചിരിക്കുന്നു, നാളെ മുഹമ്മദ് നമ്മുടെ മതത്തിൽ പ്രവേശിക്കില്ല എന്നാര് കണ്ടു? അത്രയൊക്കെ ഉള്ളൂ അവന്റെ മതം.
ഇന്നവൻ നമ്മുടെ ഖിബലയെ ഖിബലയാക്കി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നാളെ അവൻ നമ്മുടെ മതത്തിലും പ്രവേശിക്കും. വേരക്കാരുടെ ഇത്തരം സമീപനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും വളരെയധികം വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. ഈ ഘട്ടത്തിൽ കൂടിയായിരുന്നു മസ്ജിദുൽ ഹറാമിനെ ഖിബലയാക്കി തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നതും അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതും. ആ ഖിബല മാറ്റം ശഅബാൻ 15-നാണ് സംഭവിച്ചതെന്ന് ഒരു വിഭാഗവും, വേറൊരു വിഭാഗം റജബ് മാസത്തിലാണെന്നും മുഹറമിലാണെന്നും അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വലിയ ആശയമാണ്, വലിയ സന്ദേശമാണ്, വലിയ പാഠങ്ങളാണ് ഖിബല മാറ്റം ലോകത്തിന്, വിശേഷിച്ചും ഇസ്ലാമിക സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതര സമൂഹങ്ങളുമായി പരമാവധി നിങ്ങൾ സഹകരിച്ച് ജീവിക്കണം. പക്ഷേ ഒരു സഹകരണത്തിന്റെ പേരിലും ഇസ്ലാമിന്റെ ആശയപരമോ സാംസ്കാരികമോ ആയ തനിമയെ വെല്ലുവിളിക്കപ്പെടാൻ പാടില്ല. മുഹമ്മദിന്റെ ദീനിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞവൻ നാളെ നമ്മുടെ മതത്തിലേക്കും പ്രവേശിക്കുമെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും അന്തസ്സിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച് പ്രവാചകനെ കളിയാക്കാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് കഅബയിലേക്ക് തന്നെ തിരിയാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. ഇതിലെല്ലാം വിശ്വാസികൾക്ക് ലോകത്തിന് വലിയ പാഠങ്ങളാണുള്ളത്. സഹോദരങ്ങളെ, ഇതര സമൂഹങ്ങളുമായുള്ള സഹകരണം വേണം. ആവർത്തിച്ചുകൊണ്ട് പറയാൻ സഹോദരങ്ങളെ, ആവശ്യമല്ല, അത് അത്യാവശ്യമാണ്. പക്ഷേ അത് ഇസ്ലാമിന്റെ മഹത്വത്തെയും മൂല്യങ്ങളെയും നിലനിർത്തിക്കൊണ്ടുള്ള സഹകരണങ്ങളാവണം എന്നതാണ് ഖിബല മാറ്റം നൽകുന്ന പാഠം. ബിശ്ർ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൽക്കാരത്തിന് പോയതാണ്. ഒരു സൽക്കാരത്തിന് ബിശ്ർ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ച് ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖിബല മാറ്റത്തിന്റെ സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ആഗതമാവുന്നത്. 2 റക്അത്ത് നിസ്കരിച്ച് 3-ാമത്തെ റക്അത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതമായി വന്ന് പറയുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ കഅബയുടെ ഭാഗത്തേക്ക് മുഖം തിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ കൂടെയുള്ള ആളുകളും അതുപോലെ ചെയ്തു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പ്രദേശത്ത് ആ വാർത്ത വിളംബരം ചെയ്യുമ്പോൾ ജനങ്ങൾ റുകൂഇലായിരുന്നു. ഉടനെ അവർ അതേ നിലയിൽ കഅബയുടെ ഭാഗത്തേക്ക് റുകൂഇലായിരുന്നു. റുകൂഇൽ അതേ നിലയിൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് കേട്ടപ്പോൾ അതുപോലെ അവർ കഅബയുടെ ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബനൂ സലമ ഗോത്രത്തിൽ പ്രസ്തുത വാർത്ത 2-ാം ദിവസമാണ് ലഭിച്ചത്. സുബഹ് 1 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊള്ളുക ഖിബല കഅബയുടെ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ആഹ്വാനം കേട്ട മാത്രയിൽ മുഴുവൻ സംഘവും കഅബാലയത്തിലേക്ക് തിരിയുകയായിരുന്നു. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായി എന്നറിഞ്ഞാൽ, സത്യസന്ധമായ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണെന്ന് പോലും വിശ്വാസി ചിന്തിക്കില്ല. എന്തിനാണെന്ന് പോലും ചിന്തിക്കാതെ റബ്ബിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നു. ആ ഉത്തരവ് പാലിക്കുന്നവനാണ് റബ്ബിന്റെ കൽപ്പനക്ക് ഏത് ഘട്ടത്തിലും വിധേയപ്പെടുന്നവൻ മാത്രമാണ്. ചോദ്യം ചെയ്യാതെ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയപ്പെടുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസി എന്നുകൂടി അറിയിക്കുന്നതായിരുന്നു ഖിബല മാറ്റം. റബ്ബ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങനെ പറഞ്ഞോ പടച്ചവൻ, എങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞ് മസ്ജിദുൽ ഹറാമിലേക്ക് അവർ തിരിയുകയായിരുന്നു. അങ്ങനെ റബ്ബിനെ വിധേയപ്പെടുന്നവർ മാത്രമാണ് വിശ്വാസി. അവർ മാത്രമാണ് വിശ്വാസി എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയുള്ളതായിരുന്നു ഖിബല മാറ്റം. റബ്ബിന്റെ ഉത്തരവുകൾ വന്നാൽ ആ ഉത്തരവുകൾ അതേപടി വിട്ടുവീഴ്ചയില്ലാതെ യാതൊരു കുറവുകളുമില്ലാതെ പൂർണ്ണതയോടെ അനുസരിക്കുന്നവനാണ് വിശ്വാസി. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖബൈഹി. എന്തിനാണ് ആദ്യം ഒരു ഖിബ്ല പിന്നീട് വേറൊരു ഖിബ്ലയും നിശ്ചയിച്ചു തന്നത്? വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഖിബ്ല അല്ലാഹു തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖബൈഹി, ആരാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവരെന്നും ആരാണ് പിന്തിരിഞ്ഞു പോകുന്നവരെന്നും അറിയാൻ വേണ്ടി തന്നെയാണിത്. നന്മയും തിന്മയും വേർതിരിക്കപ്പെടാനുള്ള പ്രക്രിയകൾ ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടാവും.
അതുണ്ടാവുക എന്ന ഇലാഹിയായിട്ടുള്ള സുന്നത്തിന്റെ ഭാഗമാണ്, ദൈവികമായ ചര്യയുടെ ഭാഗമാണ്. എല്ലാവരെയും ഒരുപോലെ അങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതല്ല. ഖബീസും ത്വയ്യിബും വേർതിരിക്കേണ്ടതുണ്ട്, ഈമാനും നിഫാഖും വേർതിരിയേണ്ടതുണ്ട്, സത്യവിശ്വാസികളും കപടന്മാരും വേർതിരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള പ്രക്രിയ കൂടിയായിരുന്നു ഖിബല മാറ്റം എന്ന് പറയുന്നത്. ഖിബല മാറ്റം ഉണ്ടായപ്പോൾ ചില ആളുകൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ചരിത്ര വിവരണങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ മടങ്ങി, ഇസ്ലാമിൽ നിന്ന് മടങ്ങി. ഫഖാലു, അവരെ ചോദിച്ചു, മർറത്തൻ ഹാഹുന വ മർറത്തൻ ഹാഹുന, ഇതെന്ത് ദീനാണ് മുഹമ്മദിന്റെ ദീൻ? കുറെ കാലം അങ്ങോട്ട് തിരിയാനും കുറെ കാലം ഇങ്ങോട്ട് തിരിയാനും പറയുകയാണോ? ഇതെന്ത് ദീനാണെന്ന് ചോദിച്ചു. മാ യദ്രി മുഹമ്മദുൻ അയ്ന യതവജ്ജഹു ഇന്ന അംറഹു ലമുൽഖരിബുൻ, മുഹമ്മദിന് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പോലും അറിയില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. ഇൻ കാനത്തിൽ ഖിബലത്തുൽ ഊലാ ഹഖ്ഖുൻ ഫഖദ് തറക്കൽ ഹഖ്ഖ ഇലൽ ബാത്തിൽ, ആദ്യത്തെ ഖിബലയായിരുന്നു സത്യമെങ്കിൽ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കല്ല ഇപ്പോൾ മുഹമ്മദ് പോയിട്ടുള്ളത്. വൈൻ കാനത്തിൽ ഖിബലത്തുൽ ഊലാ ഗൈറുൽ ഹഖ്ഖി ഫഖദ് മഖത ഹാദിഹിൽ മുദ്ദതു അലൽ ബാത്തിൽ, ഇനി അതല്ല, ആദ്യത്തേത് സത്യമായിരുന്നില്ല എങ്കിൽ ഇത്രയും കാലം അസത്യത്തിലായിരുന്നോ നമ്മളെയെല്ലാം നയിച്ചത് മുഹമ്മദ്? ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അങ്ങനെ കപടന്മാരായ ചില ആളുകൾ അവരുടെ കാപട്യം പുറത്തു ചാടിച്ചുകൊണ്ട് അവർ ഈ ദീനിന്റെ വെളിയിലേക്ക് പോയി, അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായിരുന്നില്ല ഇവർ. പിന്നീട് ആരായിരുന്നു ഇവർ? പല പ്രചോദനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പല ഘട്ടങ്ങളിലേക്കും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരും. പക്ഷേ എങ്ങനെ ഖിബല മാറ്റത്തോടുകൂടി ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയ ആളുകൾ ഭ്രാന്തമായ ദേശീയ വികാരത്തിന്റെ അടിമകളായിരുന്നു. അവരിൽ ചില ആളുകൾ ഷാമിനെയും പരിസര പ്രദേശങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച ദേശീയവാദികളായിരുന്നു, ഷാമിയൻ ദേശീയവാദികളായിരുന്നു. കഅബാലയത്തെ വിട്ട് മുസ്ലിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തോ ഒരു സ്നേഹം അവർക്ക് ഇസ്ലാമിനോട് തോന്നി. ഇത് ഷാമിനോട് പ്രിയമുള്ള മതമാണ്, ഇത് ഷാമിനോടോ ഹിജാസിനോടോ മാത്രം പ്രിയമുള്ള മതമല്ല, ഇത് എല്ലാ മണ്ണിനെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മതമാണ്. ഇത് മനുഷ്യരെ മുഴുവൻ ആദരിക്കുന്ന മതമാണ്, ഇത് ലോകത്തെ മുഴുവൻ ആദരിക്കുന്ന മതമാണ്, ഇത് ലോകത്തിന്റെ മതമാണ്, ഇത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ മുഴുവൻ ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവിന്റെ ദീനാണ്. പക്ഷേ മുസ്ലിങ്ങൾ കുറച്ചു കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചപ്പോ അവർ ചിന്തിച്ചത് ഇത് ഷാമിയൻ ദേശീയത ഉൾക്കൊള്ളുന്ന, ഇത് സിറിയൻ നാഗരികതയോട് സ്നേഹമുള്ള മതമാണ്. ആ ഒരു ദേശീയതയായിരുന്നു അവരെ നയിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ കഅബാലയത്തെ വിട്ടുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് വീണ്ടും ബൈത്തുൽ മഖ്ദിസിനെ വിട്ട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞപ്പോ അവരുടെ ഹിജാസി വിരുദ്ധത സടകുടഞ്ഞെഴുന്നേറ്റു. ഇതെന്താ മുഹമ്മദ് ചെയ്യുന്നത്? ഹിജാസിലേക്ക് മക്കയിലേക്ക് തിരിയുകയോ? നമ്മൾ ആ ദേശത്തിന്റെ എതിരാളികളല്ലേ? നമ്മുടെ സ്നേഹം ഷാമിനോടല്ലേ? ഷാമിനോടും പരിസര പ്രദേശങ്ങളോടുമല്ലേ? ഇതാണ് ഭ്രാന്തമായ ദേശീയത എന്ന് പറയുന്നത്. ഈ ഭ്രാന്തമായ ദേശീയതയാണ് ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ഉന്മാദ ദേശീയത എന്ന് വിവർത്തനം ചെയ്യാൻ കഴിയുക. ഒരു പ്രത്യേകതരം ഉന്മാദ ദേശീയതയാണ് ഇന്ത്യയിൽ നിന്ന് ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമകാലിക ഇന്ത്യയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്മാദ ദേശീയതയുടെ ഭ്രാന്തമായിട്ടുള്ള വികാരങ്ങൾ ശരിയായ ദേശീയതയോ ദേശസ്നേഹമോ അല്ല ഉന്മാദ ദേശീയത മുന്നോട്ട് വെക്കുന്നത്. ഉന്മാദ ദേശീയതയാണ് ഇന്ത്യൻ ഫാസിസത്തെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അതൊരു പ്രത്യയശാസ്ത്രത്തെയോടുള്ള വിമർശനം മാത്രമാണ്, അതൊരു മതവിഭാഗത്തോടുമുള്ള വിമർശനമല്ല. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവ സഹോദരങ്ങൾ എന്നല്ല, ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികൾ, യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ അവരെല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നവരാണ്, ഒരു സംശയവുമില്ല. എല്ലാ മതങ്ങളെയും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. ജാതി മത വ്യത്യാസമന്യേ എല്ലാ ആളുകളും, യഥാർത്ഥ മതവിശ്വാസികൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം തന്നെ സഹോദര മതങ്ങൾ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. അത് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അതിനങ്ങനെ തന്നെ മനസ്സിലാക്കലാണ് ശരി.
പക്ഷേ ഫാസിസം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെങ്ങനെ വേർതിരിക്കുകയാണ്? ഇത് ദേശീയധാരയിലുള്ള മതമാണ്, മറ്റേതോ പുറത്തുനിന്ന് വന്ന മതമാണ്, മറ്റേത് പുറത്തുനിന്ന് വന്ന മതവും ഇത് ദേശീയധാരയിലുള്ള മതവും ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്, വിഭജിക്കുകയാണ് സമൂഹത്തെ. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നത്, അതല്ലെങ്കിൽ മസ്ജിദുകൾ തകർത്തുകൊണ്ട് ക്ഷേത്രങ്ങൾ പണിയാനുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങുന്നത്. ക്ഷേത്രങ്ങൾ ഈ രാജ്യത്ത് എത്രയും ഉണ്ടാവട്ടെ, ചർച്ചുകളും ഉണ്ടാവട്ടെ, മസ്ജിദുകളും ഉണ്ടാവട്ടെ. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ മനോഹാരിത അത് പ്രകാശിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞു. അത് ആവർത്തിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്. പക്ഷേ ചർച്ച് തകർത്തുകൊണ്ടൊരു ക്ഷേത്രവും നമുക്ക് വേണ്ട, മസ്ജിദ് തകർത്തുകൊണ്ടൊരു ക്ഷേത്രവും നമുക്ക് വേണ്ടെന്ന് പറയാൻ ഇന്ത്യയുടെ മതേതര മനസ്സാക്ഷിക്ക് ധൈര്യപൂർവ്വം സാധ്യമാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ദേശീയധാരയിലുള്ള മതങ്ങൾ, വിശ്വാസങ്ങൾ, ദേശീയധാരയ്ക്ക് പുറത്തുള്ള വിശ്വാസങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുന്നത് ഒരു ഉന്മാദ ദേശീയതയിൽ നിന്ന് വരുന്ന വിഭജനമാണ്. ആ വിഭജനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മസ്ജിദുകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും ആരാധനാലയങ്ങൾക്കെതിരെയുള്ള അന്യായമായ അവകാശവാദങ്ങളും എല്ലാം എന്ന് തിരിച്ചറിയുവാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉന്മാദ ദേശീയതയിലല്ല ഇസ്ലാം അടക്കമുള്ള ഇവിടുത്തെ ഒരു മതങ്ങളും വിശ്വസിക്കുന്നത്. ഇസ്ലാം ദേശസ്നേഹത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. ദേശീയത എന്ന് പറയുന്ന ആശയത്തെ ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ടൊരു സംശയവുമില്ല. അവനവൻ ജനിച്ച മണ്ണ്, അവനവൻ ജീവിക്കുന്ന മണ്ണിനെ എന്തെന്നില്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മക്കയെ നോക്കിക്കൊണ്ട് വിതുമ്പി കരയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ്, അല്ലാഹുവാണേ സത്യം മക്കേ, നിശ്ചയം നീ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ്. വലൗലാ അന്നി ഉഖ്രിജതു മിൻകി മാ ഖറജതു, നിന്നിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു. മക്കയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമെന്ന് പറയുന്നത് ദീനിയായിട്ടുള്ള പ്രവാചകന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ അതിലുപരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ജീവിച്ച മണ്ണിനെ സ്നേഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി വിതുമ്പി കരഞ്ഞത്. പക്ഷേ നമ്മൾ അറിയണം, ആ മക്കയ്ക്ക് പവിത്രതയുണ്ട്, അതിന് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൈമൈ മറന്ന് പോരാടിയ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെ മക്കയിലേക്ക് വിടാം, സുഖമായി മക്കയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരാമെന്ന് പറഞ്ഞില്ലേ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയോട് പറഞ്ഞില്ലേ? മക്കയിൽ പോയി ജീവിക്കാനുള്ള, വിശ്വാസികൾ ഏറ്റവും പവിത്ര മണ്ണെന്ന് വിശ്വസിക്കുന്ന മണ്ണിൽ ജീവിക്കാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് ഒരുക്കിത്തരാമെന്ന് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഖാജിയോട് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചാൽ മതി. എന്താണ് വാരിയൻകുന്നൻ പറഞ്ഞത്? മക്ക പവിത്രമാണ്, മക്ക വിശുദ്ധമാണ്, ആ മണ്ണ് മഹനീയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മണ്ണിൽ മുഖം ചേർന്ന് മരിക്കലാണ് മക്കയിൽ മരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നടന്ന ആളുകളുടെ ദേശസ്നേഹം എന്ന് പറയുന്നത്. ആ ദേശസ്നേഹത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ദേശസ്നേഹത്തിലാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്. ആ ദേശസ്നേഹമാണ് യഥാർത്ഥത്തിലുള്ളത്. ഉന്മാദ ദേശീയത കാപഠ്യമാണ്. ഖുർആൻ അന്ന് പറഞ്ഞു, ഉന്മാദ ദേശീയത കാപഠ്യമാണ്. ആ ഉന്മാദ ദേശീയതയുടെ വക്താക്കളെ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ഖിബല മാറ്റം എന്ന് ഖുർആൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആ വാക്കുകൾ അതുപോലെ പ്രസക്തമായി തുടരുകയാണ്. ഉന്മാദ ദേശീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ രാജ്യനിവാസികളെ വിഭജിക്കുകയും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രാജ്യസ്നേഹമുള്ള ആളുകൾ എങ്ങനെയാണ് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നത്? രാജ്യനിവാസികളെ വിഭജിക്കുന്ന ആളുകൾ അവർ രാജ്യസ്നേഹമുള്ളവരാണോ? അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്, ഉന്മാദ ദേശീയത എന്ന് പറയുന്നത് ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതല്ല, അത് കാപഠ്യമാണ്.
അവരുടെ ദേശസ്നേഹം കാപട്യമാണെന്ന് തിരിച്ചറിയാൻ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശരിയായ വർത്തമാനം നല്ലതുപോലെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഖിബല മാറ്റത്തിന്റെ ചരിത്രത്തിലേക്ക് തന്നെ വരാം. അതാണല്ലോ ശഅബാനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത്. ഈ കഅബയിലേക്ക്, വിശുദ്ധ മസ്ജിദുൽ ഹറാമിലെ ഖിബലയാക്കി നിശ്ചയിച്ചതിലൂടെ ചരിത്രപരമായ വലിയൊരു സന്ദേശം കൂടി ഇസ്ലാം ലോകത്തിന് നൽകുന്നുണ്ട്, വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. അതായത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഖിബല മാറ്റിയതോടുകൂടി ഇസ്രായേല്യരുടെ നേതൃപദവി അവസാനിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെയും റിസാലത്തിന്റെയും കാലം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ദീർഘകാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. ഇനി ഇതാ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഇസ്രായേല്യരുടെ നേതൃപദവി അവസാനിക്കുകയും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കുമാണ് ഇനി ലോകത്തിന് സാക്ഷിയാവാനുള്ള നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്തം എന്ന വലിയ സന്ദേശം കൂടി ഖിബല മാറ്റം ലോകത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ ഉള്ള ഒരു പ്രക്രിയ ആയിരുന്നില്ല. കുറച്ചു കാലം മസ്ജിദുൽ അഖ്സയിലേക്ക്, പിന്നീട് മസ്ജിദുൽ ഹറാമിലേക്ക്. അതിലെന്താ കാര്യം എന്ന് ചില വിഡ്ഢികൾ ചോദിക്കുന്നുണ്ട്. ഖുർആൻ പറയാൻ, സയഖൂലു സുഫഹാഉ മാ വല്ലാഹു മൻ ഖിബലതിഹിം അല്ലതി കാനൂ അലൈഹാ. എന്താണ് അവർ നേരത്തെ ആയിരുന്ന ഖിബലയിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു കളഞ്ഞ കാര്യമെന്ന് വിവരമില്ലാത്ത വിഡ്ഢികളായ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അറിയുക, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനാണ്. യഹ്ദീ മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ശരിയായ വഴിയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഖിബല മാറ്റത്തിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അത് ലോകത്തിന് ഇനി സാക്ഷികളാവേണ്ടുന്നവർ നിങ്ങളാണ്. ലോകത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തമുള്ളവർ, നേതൃപദവിയുള്ളവർ ഇനി നിങ്ങളാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ലോകത്തിന് മുഴുവനും ജനങ്ങൾക്ക് സാക്ഷിയാവണം. ലോകത്തിന്റെ നായകത്വ പദവി ഏറ്റെടുക്കേണ്ടുന്ന മധ്യമ സമൂഹമാണ്. അത് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഉമ്മത്തുൻ വസത്താണ് നിങ്ങൾ. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിക്കാതെ മധ്യമമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ നേതൃപദവി മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സാധ്യമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് ശേഷം ആ നേതൃപദവി ഇസ്ലാമിക ലോകത്തിന്റെ കൈകളിലേക്ക് വന്നു. ചരിത്രം നമുക്കറിയാം. പിന്നീട് ഖിലാഫത്തിന്റെ പതനശേഷം രാഷ്ട്രീയാധിപത്യം തകർന്നുപോയി. സ്പെയിനിന്റെ തകർച്ചയ്ക്ക് ശേഷം വൈജ്ഞാനികാധിപത്യവും തകർന്നുപോയി. മുസ്ലിങ്ങളുടെ വൈജ്ഞാനികാധിപത്യം സ്പെയിനിന്റെ തകർച്ചയ്ക്ക് ശേഷവും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാധിപത്യം, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയാധിപത്യം ഖിലാഫത്തിന്റെ പതനശേഷവും തകർന്നുപോയി. ഇന്നത് ജൂത ക്രൈസ്തവരുടെ കരങ്ങളിലാണ് ലോകത്തിന്റെ നേതൃത്വം എന്ന് നിലനിൽക്കുന്നത്. പക്ഷെ അത് താൽക്കാലികമാണ്. അത് തിരിച്ചു വരേണ്ടതാണ്. ലോകത്തിന്റെ നേതൃപദവി ലോകത്തിന് സാക്ഷിയാവേണ്ടുന്ന ചരിത്രപരമായ ദൗത്യം ഇസ്ലാമിക ഉമ്മത്തിന്റെ കരങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന വലിയ സന്ദേശം ഖിബല മാറ്റം ലോകത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ദൈക്ഷണികവും വൈജ്ഞാനികവും രാഷ്ട്രീയവുമായ ലോകത്തിന്റെ നേതൃത്വം തിരിച്ചുപിടിക്കാനുള്ള സതുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ലോക ഇസ്ലാമിക സമൂഹത്തിനുണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ ലോക നേതൃത്വത്തിലേക്കുള്ള ദിശാമാറ്റത്തിന്റെ സൂചനയാണ് ഫലസ്തീനിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടമെന്ന് തിരിച്ചറിയുവാൻ അതിസൂക്ഷ്മമായി അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നവരല്ല നമ്മൾ. കേവലം തവക്കുലിൽ അഭയം പ്രാപിക്കേണ്ടുന്നവരല്ല നമ്മൾ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ആ വൈജ്ഞാനിക ആധിപത്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ന് ഇസ്രയേലും അമേരിക്കയും നേടിയിരിക്കുന്ന മേധാവിത്വമുണ്ടല്ലോ, അത് തിരിച്ചുപിടിക്കാനുള്ള സ്വോദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ മുസ്ലിം ലോകത്തുണ്ടാവേണ്ടതുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര സജ്ജീകരണങ്ങൾ നടത്തുക. വഅയ്ദൂലഹും മസ്തതഅ്തും മിൻ ഖുവ്വ വൽ ഹിക്മത്തു ദാല്ലത്തുൽ മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിക്ക് ഏതോ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. സ്പെയിനിൽ നിന്നുകൊണ്ട് ലോകത്തിന് നായകത്വം വഹിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് സാധ്യമായി.
അവരെഴുതി വെച്ച, അവർ അറബിയിൽ എഴുതി വെച്ച കൃതികൾ അത് ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴാണ് യൂറോപ്യന്മാരെ ലോകത്തിന്റെ നായകന്മാരായി, ലോക നാഗരികതയുടെ ജേതാക്കളും മുന്നണി പോരാളികളുമായി ലോകത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാർ അവർ രചിച്ച ഗ്രന്ഥങ്ങളായിരുന്നു ലോകത്തിന്റെ വൈജ്ഞാനിക മുന്നേറ്റങ്ങളുടെ അടിസ്ഥാന ഉറവിടം എന്ന് പറയുന്നത്. ആ വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ നായകത്വ പദവി തിരിച്ചുപിടിക്കാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. അതാണ്, അത് വലിയ കാര്യമാണ്, അത് പ്രസംഗിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പടിപടിയായി ആസൂത്രിതമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഏറ്റവും ഉയർച്ച പ്രാപിച്ച ഒരു ജനതയായി നിങ്ങൾ മാറേണ്ടതുണ്ട്. ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖലിഫന്നകും ഫിൽ അർളി കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ മുൻഗാമികൾക്ക് ആധിപത്യം നൽകിയതുപോലെ അവർക്കും ആധിപത്യം നൽകും. മാർക്ക് സത്യവിശ്വാസികൾക്കും സൽക്കർമ്മങ്ങൾ കൈകൊണ്ട ആളുകൾക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സുഹൃതങ്ങളിലൂടെ ആത്മീയ ധന്യമായിട്ടുള്ള ജീവിതം നയിക്കുക. ആത്മീയതയിൽ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴാണ് ഔന്നിത്യമുള്ള സമൂഹമായി ഈ ഉമ്മത്ത് മാറുന്നത്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. ഖുർആൻ പറയുകയാണ്, ഹൃദയത്തിൽ ഈമാൻ വേണം. ആ ഈമാന് കരുത്ത് നൽകണം. അതിനുവേണ്ടി ഈ ശഅബാനെയും വരാൻ പോകുന്ന റമളാനെയും ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇബാദത്തുകളിലൂടെ, ദിക്റുകളിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സ്വലാത്തുകളിലൂടെ അല്ലാഹുവിലേക്ക് ധാരാളം അടുക്കുക. ആത്മീയതയിൽ തപസ്സായ ജീവിതം നയിക്കേണ്ടുന്ന മാസങ്ങളാണ് വരാൻ പോകുന്നത്. ധന്യമായ ജീവിതം നയിക്കേണ്ടുന്ന മാസങ്ങളാണ് വരാൻ പോകുന്നത്. ഇതാ ശഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. ഇനി വരാൻ പോകുന്ന റമളാനിലേക്കാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മാസങ്ങളെയെല്ലാം നമ്മുടെ ഈമാന് കരുത്ത് നൽകുവാൻ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഇന്ത്യ രാജ്യത്തെയും സമുദായത്തെയും എല്ലാവിധ ഫാസിസ്റ്റ് വെല്ലുവിളികളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മസ്ജിദുകളെ സംരക്ഷിക്കുകയും അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന നിലയിലുള്ള അവയുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു പലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. ഖുദ്സിന് അള്ളാഹു സമ്പൂർണ്ണ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ
പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായ സ്വർഗീയവാസം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിന് സമ്പൂർണ്ണ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മൻസുറിൽ മുസ്ലിമീനൽ മുജാഹിദീന ഫീ ഫലസ്തീൻ, അല്ലാഹു മൻസുറുഹും ഫീ ഗസ്സ, അല്ലാഹു മൻസുറുഹും ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അർദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ الصحابة والصحابية كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.